ഒരു ഉമ്മ വന്നു 2 പെൺകുട്ടികളെയും കൊണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ദാരിദ്ര്യം പറഞ്ഞ് വിഷമം പറഞ്ഞ് കഴിക്കാനൊന്നുമില്ല, ഭക്ഷണമുണ്ടോ എന്ന് ചോദിച്ചു വന്നപ്പോ ആ ഉമ്മയുടെ കയ്യിൽ 3 ഈത്തപ്പഴം കൊടുത്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 3 ഈത്തപ്പഴം കൊടുത്തു. ആ 3 ഈത്തപ്പഴത്തിൽ ഓരോന്ന് ഓരോ മക്കൾക്ക് കൊടുത്തു. 2 പെൺകുട്ടികളിൽ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്ത് തന്റെ ഊഴമായി 3-ാമത്തേത് കഴിക്കാൻ വേണ്ടി ഉമ്മ വായിലേക്ക് വെക്കുമ്പോ ആ മക്കൾ പറഞ്ഞു, ഉമ്മ ഞങ്ങൾക്കത് വേണം, ഞങ്ങളുടെ വിശപ്പ് തീർന്നില്ല എന്ന് പറഞ്ഞപ്പോ ഒരു കടി പോലും കടിക്കാതെ തന്റെ അവകാശമായ ആ ഒരു ഈത്തപ്പഴം 2 പെൺകുട്ടികൾക്കിടയിൽ ചീന്തിക്കൊടുത്ത് പകുതിയായി ആ പെൺകുട്ടികൾക്ക് തന്നെ തിരിച്ചു കൊടുത്ത ഒരു ഉമ്മയുടെ അനുഭവം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിനോട് വന്ന് പറഞ്ഞു, നബിയേ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഒരു ഉമ്മയുടെ സ്നേഹം. സ്വന്തം വയറ് വിശന്ന് കത്തിയെരിയുമ്പോഴും മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം. ഒരു ഈത്തപ്പഴം ഓരോരുത്തരും കഴിച്ചിട്ടുണ്ട്, 3-ാമത്തേത് ഉമ്മാക്ക് കഴിക്കാനുള്ളതാണ്. എന്നിട്ട് പോലും അത് ചീന്തിയെടുത്തിട്ട് 2 പെൺമക്കളുടെയും കയ്യിൽ കൊടുത്തതിന്റെ കഥ പറയുമ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന. ആ ഒരു പണി ചെയ്തതിന്റെ പേരിൽ 2 പെൺകുട്ടികളെ അത്രമേൽ പരിഗണിക്കുകയും ആ പെൺകുട്ടികൾക്ക് തന്നെ തിന്നാൻ കൊടുത്ത് പട്ടിണി കിടക്കാൻ തീരുമാനിച്ച ആ ഉമ്മയോട് പറയണേ, ഒരു ഈത്തപ്പഴം, ഒരു ഈത്തപ്പഴം, ആ ഈത്തപ്പഴം നൽകിയതിന്റെ പേരിൽ അല്ലാഹു അവർക്ക് സ്വർഗം നിർബന്ധമാക്കി. അല്ലാഹു നരകത്തിൽ നിന്ന് ആ ഉമ്മയെ അല്ലാഹു രക്ഷപ്പെടുത്തിയിരിക്കുന്നു. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.